നമസ്കാരം. നാളെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും ചേർന്നു വന്ന ദിവസം. ഐശ്വര്യത്തിന്റെ പ്രതീകമായ പരാശക്തിയായ മഹാലക്ഷ്മി രൂപമെടുത്ത ദിവസമാണ് ഈ കാർത്തിക ദിവസം. സർവാലങ്കാര വിഭൂഷിതയായി പാലാഴി മദനത്തിൽ മഹാലക്ഷ്മി വരണമാല്യവുമായി ഉയർന്നു വന്ന് വിഷ്ണു ഭഗവാന് ചാർത്തിയ പുണ്യദിനം കൂടിയാണ് ഈ തൃക്കാർത്തിക. തൃക്കാർത്തികയെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം മഹാലക്ഷ്മി അവതാരം തന്നെയാണ്. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസി ദേവിയുടെ അവതാരവും ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിലാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ കൃത്തികമാർ ആണ്. അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവന്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഒരുമിച്ച് ലഭിക്കുന്നതാണ്. ദേവി പുരാണത്തിൽ പറയപ്പെടുന്നത് മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നതെന്ന്. തലേന്ന് വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ചാണകവെള്ളമോ അല്ലെങ്കിൽ മഞ്ഞൾ കലർന്ന വെള്ളം കൊണ്ടോ തളിച്ച് ശുദ്ധമാക്കുക. കാർത്തികയുടെന്ന് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസമായിട്ടല്ല, ഒരിക്കലൂണോടുകൂടി നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദേവിക്ക് സന്ധ്യയ്ക്ക് നേദിക്കുവാനായിട്ട് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഒരുപാട് പലഹാരം ഉണ്ടാക്കാൻ കഴിയാത്തവർ ഒരു ശർക്കര പായസം വെച്ച് ദേവിക്ക് നേദിച്ചാലും മതി. ഇല്ലെങ്കിൽ അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ 2 പഴവും വെറ്റിലയും പാക്കും ദേവിക്ക് വെച്ച് നേദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാർത്തിക ദിവസം എന്തായാലും അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ പറ്റുമെങ്കിൽ അന്നേ ദിവസം കത്തിക്കാവുന്നതാണ്. സന്ധ്യാസമയത്ത് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്കുകൾ തെളിയിക്കേണ്ടതാണ്. മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന സന്ധ്യാസമയത്താണ് നമ്മൾ മൺചിരാതുകൾ അല്ലെങ്കിൽ മൺവിളക്കുകൾ വെച്ച് വിളക്കു കത്തിക്കുന്നത്. പൗർണമി രാവും തൃക്കാർത്തിക ദീപവും പരസ്പര പൂരകങ്ങളാവുന്നു. ഈ സമയത്ത് ദേവി പ്രീതി നേടുകയും കുടുംബത്തിനൊന്നാകെ ഐശ്വര്യം സിദ്ധിക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഈ ദീപം തെളിയിക്കുമ്പോൾ തൃക്കാർത്തികയ്ക്ക് ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. കാർത്തിക ദിവസം നമ്മൾ കുറഞ്ഞത് 27 വിളക്കെങ്കിലും വീട്ടിൽ കത്തിച്ചു വെക്കേണ്ടതാണ്. 27 നക്ഷത്രങ്ങളെ പ്രതിനിധീകരിച്ചാണ് 27 വിളക്കുകൾ കത്തിക്കുന്നത്. അതുപോലെ തന്നെ കഴിവതും മൺചിരാതിൽ തന്നെ വിളക്കു തെളിയിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും മെഴുകുതിരികൾ കൊണ്ട് ദീപം കത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 5 മൺചിരാതിൽ നെയ്യ് ഒഴിച്ചു തന്നെ വിളക്കു കത്തിക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ 2 എണ്ണം നമ്മുടെ പ്രധാന വാതിലിൻ്റെ 2 വശത്തുമായിട്ട് കത്തിക്കേണ്ടതാണ്. മറ്റൊന്ന് നിങ്ങളുടെ ഹാളിലും, പിന്നൊന്ന് അടുക്കളയിലും, പിന്നൊരെണ്ണം നിങ്ങളുടെ ബെഡ്റൂമിലും കത്തിച്ചു വെക്കാവുന്നതാണ്. ചെറിയ കുഞ്ഞുമക്കളുള്ള വീടുകളിൽ അടുക്കളയിലും ഹാളിലും ബെഡ്റൂമിലും ഒക്കെ വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ വിളക്കു തെളിയിക്കേണ്ടതും നമ്മുടെ പ്രധാന വാതിലിൻ്റെ ഇരുവശത്തുമാണ് ആദ്യം വിളക്ക് കത്തിച്ച് വെക്കേണ്ടത്. അവിടെ നിന്ന് വേണം ദേവിയെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് വേണം നമ്മുടെ പൂജാമുറിയിലെ വിളക്ക് തെളിയിക്കേണ്ടത്. അതിനുശേഷം എവിടെയൊക്കെ നിങ്ങൾക്ക് ദീപം തെളിയിക്കാമോ അവിടെയൊക്കെ തെളിയിക്കാവുന്നതാണ്. മുറ്റത്ത് ഒരു കോലം വരയ്ക്കാൻ കഴിയുമെങ്കിൽ വരച്ച് അതിന് നടുക്കായിട്ട് ഒരു നിലവിളക്ക് വെക്കണം. ആ നിലവിളക്കിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടതാണ്. അതിനുശേഷം മറ്റു ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ്. തൃക്കാർത്തിക ദിവസം ഈ ദീപം തെളിയിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും വർഷം മുഴുവൻ നിങ്ങൾക്ക് സർവൈശ്വര്യം നിലനിൽക്കുന്നതുമാണ്. തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവരുടെയും മനസ്സുകളിലെയും ഗ്രഹങ്ങളിലെയും അജ്ഞാനത്തെ മാറ്റി അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുകയാണ് ശ്രീ മഹാലക്ഷ്മി ഈ ദിവസത്തിലൂടെ നമുക്ക് നൽകുന്നത്. നാളെ സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കാവുന്നതാണ്. ദേവി മഹാത്മ്യം വായിക്കാൻ അറിയാവുന്നവർ അത് ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്കറിയുന്ന ഏത് ദേവി നാമങ്ങൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമസ്തുതേ എന്ന് പറഞ്ഞ് വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഈ തൃക്കാർത്തിക ദിവസം വീടുകളിലും തൃക്കാർത്തിക ദീപം കത്തിക്കുക. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി വിജ്ഞാനമാകുന്ന പ്രകാശത്തെ വരവേൽക്കുക. എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്